എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്ലോഗിൽ നിന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ സവാള അരിയാൻ പോവുകയാണ്. കുറച്ച് ചിക്കനേ ഉള്ളൂ, അപ്പോൾ ഇത്ര 3 സവാള മതി. കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് ചിക്കൻ വെച്ചാണ് നമ്മൾ അര കിലോ ചിക്കൻ വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. സവാള തൊലി പൊളിച്ചിട്ട്, തൊലി ഇങ്ങനെ കളയില്ലേ, അത് കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ട് അരിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ പിന്നെ നേരം ഉണ്ട്. കാര്യമല്ലേ പറഞ്ഞത്. ഈ കത്തിക്ക് മൂർച്ചയില്ല, കത്തിയുടെ നല്ല മൂർച്ച, പക്ഷെ ഒട്ടില്ല. പേപ്പറിന് വരെ ഇക്കളിയോ അങ്ങനത്തെ ഒരു കത്തിയാട്ടത്. ഈ കത്തി ചുട്ട അറിയാൻ പറ്റും. എനിക്ക് ആ കത്തി വരും ഈ കത്തിയാട്ട നല്ലത്. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി രാവിലെ ഉപ്പും മഞ്ഞപ്പൊടിയും പെരട്ടി വെച്ചാൽ സവാളയൊക്കെ അരിഞ്ഞു. നല്ലത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മേടിച്ചത്, അതുകൊണ്ട് വെളുത്തുള്ളി ഒഴിക്കട്ട. അയ്യോ കരി കണ്ണിലൊക്കെ. ഈ തവണ നമ്മുടെ ചിക്കൻ കറിയിൽ ഒരു വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ വെക്കുമ്പോഴത്തേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് വെക്കാറുള്ളത്. എൻ്റെ കണ്ണ്. ഈ തവണ നമ്മൾ എങ്ങനെ വെക്കണം? അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ കറി വെക്കാൻ പോണത് ചിക്കൻ പുഴുങ്ങിയാണ് കറി വെക്കാൻ പോകുന്നത് കേട്ടോ. പുഴുങ്ങിയല്ലേ? പിന്നെ വറുത്താണോ? അത് കണ്ടാൽ മതി, കാണുമ്പോൾ കാണും. ആ പുഴുങ്ങിയ. ആദ്യം തന്നെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നമുക്ക് വഴറ്റിയെടുക്കണം. ചിക്കൻ കണ്ടായിരുന്നല്ലേ നേരത്തെ കാണിച്ചത്, ചിക്കൻ്റെ ഈ കുളത്തിലാണ്. സവാള വാടി വന്നിട്ടുണ്ട്, അതിനകത്തേക്ക് പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്തു. ഇതിൻ്റെയൊക്കെ പച്ചമണം പോണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതാണ് നമ്മുടെ മെയിൻ കൂട്ട്. മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഏലക്ക, പെരിഞ്ചീരകം, ഞാൻ പറയാം കുരുമുളക്, പിന്നെ പട്ട, കറിയാമ്പൂ, മുളക് പൊടി, മഞ്ഞപ്പൊടി പറഞ്ഞിരുന്ന ഇതെല്ലാം കൂടി ഇട്ട് നമ്മള് ഇച്ചിരി വെള്ളം കൂടി ഇട്ട് നമ്മളിതൊരു പേസ്റ്റ് ആക്കി എടുക്കും. അപ്പൊ മഞ്ഞപ്പൊടി കുറച്ചൊരു തരിയിട്ടാ, തക്കാളി ഇതിലേക്ക് ഇടണിട്ടാ. നമ്മളിത് പറയാണ്ട് വേപ്പല ഇട്ടിട്ടാ ഇപ്പൊ കളർഫുൾ ആയി. അപ്പൊ നമ്മള് നേരത്തെ നമ്മള് പറഞ്ഞ കൂട്ടില്ലേ, അത് ഇടാൻ പോണിട്ടാ. മുളകൊടിന്റെ പാത്രം അപ്പൊ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചിക്കൻ നമ്മൾ ഇടാൻ പോണേന്. ചിക്കൻ ഇട്ട് കൊടുത്തു. ആ ചിക്കനിലേക്ക് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് സിമ്മിലിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. പതുക്കെ ആവട്ടെ, സമയം കൊണ്ട് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ നമ്മള് വെട്ടി തിളയ്ക്കുകയാണ്. ചിക്കൻ്റെ തന്നെ ഉണ്ടായ വെള്ളം കേട്ടോ, അത് ചിക്കൻ്റെ തന്നെ വെള്ളമാണത്. നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡിയായി. ചിക്കൻ കറി റെഡിയായി. ചൂടുണ്ടാ? ചൂടില്ല. ഓൾ പെർഫെക്റ്റ്. അപ്പൊ ഞാൻ ഇത് പോയി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അമ്മയമ്മ ഒരാളെത്തി നോക്കണം. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ ഇപ്പോൾ നമ്മളുണ്ടാക്കി ഈസി ചിക്കൻ റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താട്ടോ. ഇങ്ങനെ നമുക്കൊരു വീഡിയോ എടുത്താലോ, കാരണം ചിക്കൻ കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെ നമുക്കൊന്ന് കുറച്ചെടുത്തോളൂ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ആദ്യം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ചിക്കൻ കറിയുടെ റെസിപ്പി ഇത്ര ഉള്ളൂ കേട്ടോ. ചിക്കൻ കറി അടിപൊളിയായിട്ടുണ്ട്. നല്ല എരിവുണ്ട്, കുരുമുളകിൻ്റെയും മുളകിൻ്റെയും ഇതൊക്കെ മുളകിൻ്റെയൊക്കെ എരിവുണ്ട്. നല്ല എരിവുണ്ട്. അപ്പോൾ നാളെ ആകുമ്പോൾ ഒന്നും കൂടി സെറ്റ് ആവും. അപ്പോൾ അപ്പത്തിനൊപ്പം കഴിക്കുമ്പോൾ എനിക്ക് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അപ്പത്തിനോട് കഴിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ്. ചിക്കൻ കറി ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ ബൈ.